നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ ഇന്ന് സ്കോട്ട്ലൻഡിനെതിരെ കളിക്കുകയാണ്. ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 ആ കളി. മയാമിയിലാണ് മത്സരം. ഇന്നലെ മയാമിയിലേക്കുള്ള ബ്രസീൽ ടീമിൻ്റെ യാത്ര മണിക്കൂറുകളോളം വൈകി. അത് വെതർ കണ്ടീഷൻ കാരണം മണിക്കൂറുകളോളം വൈകുകയുണ്ടായി. കാർലോ അഞ്ചലോട്ടിയുടെ പ്രസ് കോൺഫറൻസ് നടക്കുമോ എന്ന സന്ദേഹമുണ്ടായിരുന്നു. ഏതായാലും ഏറെ വൈകി ഇപ്പോൾ ആ പ്രസ് കോൺഫറൻസ് നടന്നിട്ടുണ്ട്. അതിൽ കോച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നെയ്മർ ജൂനിയറുടെ കാര്യം അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ റാഫിഞ്ഞയ്ക്ക് പകരം ആര് കളിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഇതൊക്കെ ഒന്ന് നമ്മൾ വളരെ പെട്ടെന്ന് നോക്കുകയാണ്. അഞ്ചലോട്ടിയോട് റയാനെ കളിപ്പിക്കുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് കളിക്കളത്തിൽ വിങ്ങിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു വിടുത്ത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ആ റോൾ ഉപയോഗപ്പെടുത്താൻ കളിക്കാൻ പറ്റുന്ന ആളാണ് റയാൻ. അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെ കോച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ യെല്ലോ കാർഡുള്ള താരങ്ങൾ കാസമിറോ, ഇബാനസ്, ഡഗ്ലസ് സാന്റോസ് ആ താരങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കുമോ? കാരണം ഇനിയൊരു യെല്ലോ കാർഡ് കിട്ടി അക്യുമുലേറ്റഡ് യെല്ലോ എന്നുള്ള രൂപത്തിൽ റൗണ്ട് ഓഫ് 32-ൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് റെസ്റ്റ് കൊടുക്കുമോ എന്നുള്ള ചോദ്യം വന്നത്. പക്ഷേ കോച്ച് അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ താരങ്ങളെ സ്വാഭാവികമായിട്ടും കളിപ്പിക്കും. അങ്ങനെ ഈ ഒരു യെല്ലോ കാർഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ മാറ്റി നിർത്തില്ല എന്നുള്ള സൂചനയാണ് കോച്ച് നൽകിയിട്ടുള്ളത്. അതേസമയം റാഫിഞ്ഞയുടെ പകരം റയാനാണോ അതല്ല ലൂയിസ് എൻട്രിക്കാണോ എന്ന കാര്യം വ്യക്തമാക്കി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ റയാൻ ഉപയോഗപ്പെടുത്താം എന്ന തരത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ നെയ്മറുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് അഞ്ചലോട്ടി പറയുന്നുണ്ട്. നെയ്മർ ജൂനിയർ റെഡിയാണ്. നെയ്മർ ജൂനിയർ ഈസ് അവൈലബിൾ, വർക്ക്ഡ് വെൽ ദിസ് വീക്ക്, ഹീസ് ബാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെയ്മർ റെഡിയാണ്. അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ഈ ആഴ്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബാക്ക്, നെയ്മർ മടങ്ങിയെത്തി എന്ന് തന്നെ കോച്ച് കൺഫേം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നെയ്മറുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഐ ആം ഹാപ്പി വിത്ത് ഹിം. നെയ്മർ ഈ ടീമിൽ വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് കോച്ച് പറയുന്നുണ്ട്. ദെൻ റാഫിഞ്ഞ ഇല്ലാത്തത് കൊണ്ട് ടീമിൻ്റെ പ്ലേയിങ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ സ്ട്രാറ്റജിയിലൊന്നും മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ഹെയ്ത്തിക്കെതിരെ എന്ത് കളി കളിച്ചോ അതേ സ്ട്രാറ്റജിയും കൊണ്ട് തന്നെ ബ്രസീൽ ഇറങ്ങും എന്നുകൂടി ഇപ്പോൾ കോച്ച് കാർലോ അഞ്ചലോട്ടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻട്രിക്കിനെ സ്റ്റാർട്ട് ചെയ്യിക്കുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നാളെയല്ലേ നമുക്ക് നെയ്മറുണ്ട്, നെയ്മറോ എൻട്രിക്കോ ഏതായാലും ഫാൻസ് ഇത് രണ്ടുപേരെയും കളിപ്പിക്കണം എന്നാവശ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് തമാശയായിട്ട് കോച്ച് പറയുകയും ചെയ്തു. ഏതായാലും ഇപ്പം ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റാഫിഞ്ഞയുടെ സ്പോട്ടിൽ റയാൻ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു മാറ്റമാണ് പ്രധാനമായിട്ടും ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകുക. ഏതായാലും ഇനി അടുത്ത ഒരു മത്സരം സ്കോട്ട്ലൻഡിനെതിരെ കളിക്കുന്ന സമയത്ത് ബ്രസീൽ ടീം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ആരാധകരെ ചിന്തിക്കുമ്പോഴും നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് ആരും കരുതുന്നില്ല. അധികം പരിക്കുമാറി വരുന്നേയുള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് നമ്മളെല്ലാവരും നെയ്മർ ജൂനിയറെ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ ഒരു മത്സരത്തിനായി. ഇന്നെന്ന് പറയുമ്പോൾ നാളെ പുലർച്ചെ 3:30 നമുക്ക് ആ കളി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.